മാധ്യമപ്രവർത്തക ലിസ് മാത്യു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലിസ് മാത്യു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. വിജയ് എന്ന് പറയുന്ന നടൻ, വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മാത്രമാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അദ്ദേഹത്തിന്റെ അവസാന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻസർ ബോർഡിന്റെ ഇടപെടലിൽ രാഷ്ട്രീയമുണ്ട് എന്നുവരെയുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു അനുകൂല വിധി വിജയ്ക്ക് ലഭിച്ചതിനെ എങ്ങനെ കാണുന്നു? തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ ആണ്. കാര്യം നമുക്കറിയാം, ഓൾറെഡി അവിടെ DMK, കോൺഗ്രസ്, ലെഫ്റ്റ് അലയൻസ്, അതിന്റെ എതിരായിട്ട് ADMK, BJP ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും BJPക്ക് തമിഴ്നാട് അവരെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ കേരളത്തിനേക്കാളും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് തമിഴ്നാടിനാണിപ്പോ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ വിജയ് എന്ന് പറയുന്ന ഒരു തേർഡ് ഫോഴ്സ് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ നമുക്കറിയാം, കോൺഗ്രസ് ഓൾറെഡി കോൺഗ്രസിൽ നിന്ന് ഒരു കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് വിജയ കൂടെ കൂട്ടി. കാരണം DMKയുടെ കൂടെ ആയിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന് വളർച്ചയില്ല എന്നും DMK ഒരിക്കലും പവർ ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. കാരണം UPA ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഫ്രീ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് DMKയുടെ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്ത് പവർ ഷെയർ ചെയ്യാനായിട്ട് അവർ തയ്യാറല്ലാത്തത് കൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അവർക്ക് 8% വോട്ടുണ്ട്. അത് DMKക്ക് അങ്ങനെ വെറുതെ കൊടുക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. അതിനും ഒരിക്കലും വളരാൻ പറ്റുകയില്ല കോൺഗ്രസ് അവിടെ. 60s കഴിഞ്ഞിട്ട് ഒരിക്കലും കോൺഗ്രസ് അവിടെ ഒരു ഫോഴ്സ് ആയിട്ടില്ല. അങ്ങനെ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് ചില ആൾക്കാർ വിജയുമായിട്ട് ചർച്ചയിലാണ്. അപ്പോൾ പക്ഷെ അതേസമയം BJPക്കും വിജയനെ കൂടെ കൊണ്ടുവരണം. അതൊരു നല്ല ഒരു, ബിക്കോസ് ഒരു വിജയനൊരു സ്ട്രക്ചർ ഇല്ല ഇപ്പോഴും, പക്ഷെ പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഇതിന് മുമ്പ് രജനീകാന്തിനെ പോലെയുള്ള ആൾക്കാരെ അവർ ശ്രമിച്ചതാണ്, നടക്കാഞ്ഞിട്ടാണ്. അപ്പോ വിജയന്റെ ഒരു പോപ്പുലാരിറ്റിയും ADMKയുടെയും ഓർഗനൈസേഷൻ സ്ട്രെങ്തും BJPയുടെ ആകെയുള്ള റിസോഴ്സസും ആ മൂന്നും ഒരു വലിയ സോളിഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കുമെന്ന് BJPക്ക് അറിയാവുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും വിജയനെ കൂടെ നിർത്താനായിട്ടുള്ള ശ്രമം BJP തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷേ വിജയന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഇതുവരെ അദ്ദേഹം നടത്തിയ പൊളിറ്റിക്സ് മുഴുവൻ ഒരു ആന്റി BJP നറേറ്റീവിലാണ്. അതുകൊണ്ട് വിജയന് വളരെ ഇതായിട്ട് BJPയോട് ചേരാൻ പറ്റില്ല. അതേസമയം ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പാർട്ടി അല്ലാത്തത് കൊണ്ട് ഒരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് വളരെ പ്രയോജനം ഉണ്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം വിജയ് ഇപ്പോൾ കൺഫ്യൂഷനിലാണ്. വിജയന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ കൂടെ പോകണം എന്നാണ്. അതേസമയം വിജയന്റെ കൂടെയുള്ള, ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു ആളുണ്ട് BJPയുമായിട്ട് ചർച്ച നടത്തുന്ന. അവര് വിജയനെ എങ്ങനെയെങ്കിലും BJPയുടെ കൂടെ ആക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പൊ ഈ ഒരു നടപടി അതിലൊരു വളരെ ക്രൂഷ്യലാണ്. കാര്യം ഇതും CBI കഴിഞ്ഞ ദിവസം സമ്മൺ ചെയ്തു. ഈ രണ്ട് കാര്യമാണ് വിജയൻ ഇപ്പം തലവേദനയായിട്ട് നിൽക്കുന്നത്. അപ്പോ BJP അത് സ്വാഭാവികമായിട്ടും BJPയെ നമുക്കറിയാവുന്നിടത്തോളം BJP അത് മുതലെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം എന്താണ് വിജയന്റെ ഭാഗത്തു നിന്നുള്ള മൂവ്. DMKയും ADMKയും വിജയും BJPയും കൂടെ വന്നാൽ അത് തീർച്ചയായും വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും തമിഴ്നാട്ടിൽ. അത് DMKക്ക് വളരെ വലിയ ഭീഷണി ഉയർത്തുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മൂവ് വളരെ, അതായത് BJPയുമായി വളരെയധികം അകലം പാലിക്കാൻ വേണ്ടി വിജയ് ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് എതിരാളിയായി നിൽക്കുന്നത് DMK ആണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ BJPക്ക് അത്ര വലിയ സ്വാധീനമില്ലാത്ത നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ DMKയുമായുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ഫൈറ്റ് എത്രത്തോളം നിലനിൽക്കും, അതിൽ എത്രത്തോളം വിജയിക്കാൻ വിജയ്ക്ക് സാധിക്കും? DMKയുമായിട്ടുള്ള ഫൈറ്റ് വിജയ് കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിജയന്റെ ഒരു എന്താ പറയുന്നത്, വിജയ് അവിടെ നിലനിൽക്കാണെങ്കിൽ DMKയായിട്ട് ഓപ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോഴ്സ് ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ BJPയുടെ സഹായം അതിന് എന്തുമാത്രം വിജയ് കിട്ടുമെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം കാണാം. അതുപോലെ എങ്ങനെയായിരിക്കും വിജയ് BJPയെ ഡീൽ ചെയ്യുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയന്റെ മനസ്സ് ഒരിക്കലും BJPയുടെ കൂടെ അല്ല. ആ ഐഡിയോളജിയുമായിട്ട് വിജയന് യാതൊരു ഒരു യോജിപ്പില്ല. അത്ര വയസ്സായി. എന്നാൽ മറ്റു ചില പ്രഷേഴ്സും ഇത് മാത്രമല്ല, വേറെ പല പ്രഷേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അദ്ദേഹം ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ അത് എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഡീൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമയും ഇപ്പൊ റിലീസ് ഇതൊരു ഫേവർ ആയിട്ട് തന്നെയായിരിക്കും BJPക്കാർ അവതരിപ്പിക്കുന്നത്. അതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും വിജയ് ബാക്കി ഇനിയിപ്പോ CBI കേസ് കിടപ്പുണ്ട്. അത് വിജയ് തന്നെ വരുത്തിക്കൂട്ടിയ ഒരു വിഷയമാണ്. അത് DMK അതിന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അത് അദ്ദേഹം തന്നെയാണ് ഒരു വാശിയെടുത്ത്
ഇതിൽ കൊണ്ടുപോയി CBIയുടെ ഇതിൽ കൊടുത്തു. അപ്പൊ BJPയുടെ കയ്യിൽ വിജയനെതിരെ ഒരു പിടി കൂടി കിട്ടി. അപ്പൊ ഇത് BJP ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ യൂട്ടിലൈസിങ് ദിസ് കൈൻഡ് ഓഫ് ഫോഴ്സസ്. അത് നമുക്ക് കാണാം അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് അൺട്രാവൽ ചെയ്യുക എന്നുള്ളത്. യെസ്, വളരെ നന്ദി ശ്രീമതി ലിസ് മാത്യു പ്രതികരിച്ചതിന്.